ഹലോ, സെന്റ് തോമസ് മാർത്തോമാ സേവികാ സംഘം അവതരിപ്പിക്കുന്ന സീറ്റിലേക്ക് ഏവരെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്നു. വെറും 2 ദിവസത്തെ 4 മണിക്കൂറുകൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് രൂപപ്പെടുത്തിയ ഈ സീറ്റ് ഏതെങ്കിലും പാകത്തിലുണ്ടെങ്കിൽ സമയം ക്ഷമിക്കുന്നു. ഓഹോ, നിന്നെ കൊള്ളാമല്ലോടി. ഞാൻ ഇത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് വെച്ച് നീ ഇതങ്ങ് ഇട്ടോണ്ട് പോകുന്നു. ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളാണ്, അതുകൊണ്ട് പാൽ എനിക്ക് ഇവിടെ കൊണ്ടുവരണം. അടുക്കളയിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് പോയി എടുത്ത് കഴിച്ചുകൂടെ? അമ്മച്ചി ഓരോന്ന് പഠിപ്പിച്ച് വെച്ചേക്കോ. എന്നാൽ എനിക്ക് പാൽ വേണ്ട അമ്മച്ചി, ഞാൻ പള്ളിയിൽ പോവാ. കുഞ്ഞെ, ഈ വേഷത്തിലാണോ നീ പള്ളിയിൽ പോകുന്നത്? ഈ വേഷത്തിന് എന്താ അമ്മച്ചി കുഴപ്പം? ഇതിപ്പോഴത്തെ ട്രെൻഡാണ്. ബൈ. എലിസബത്തെ, എന്റെ കുഞ്ഞിനെ പട്ടിണിക്ക് വിട്ടപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. ഞാനൊരാളുണ്ടല്ലോ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ. എന്റെ മോനെ കണ്ണും കാലും കാണിച്ച് അവള് കയറി വന്നേക്കോ വെറും കൈയോടെ. എന്നിട്ട് അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലയോ? എന്റെ മോള് വന്നു. മോളെ ഏത് വണ്ടിയിലാണ് പോയത്? അമ്മച്ചിയുടെ പെൻസിലാണോ? മോളെ പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ എന്താ വിശേഷം? ആ, എനിക്കൊന്നും അറിയത്തില്ല. കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ എലിസബത്തെ? ഇതൊക്കെ ആരാന്ന് നീ നോക്കിക്കേ. നിങ്ങളെ ആരാ? എന്താ വിശേഷം? അമ്മച്ചി, ഇവര് പള്ളിയിൽ നിന്ന് വരുന്ന സേവ്യാസംഘങ്ങളാണ്. അമ്മച്ചി, എന്റെ സേവ്യാസംഘത്തിന്റെ ഭവന സംരക്ഷണത്തിന് വന്നതാ. അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു. എന്താ ഇപ്പൊ പള്ളിയിലൊന്നും വരാത്തത്? ഓ, എന്റെ കുഞ്ഞെ, പള്ളിയിൽ വരണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ തുടങ്ങും ഒരു മുട്ടിന് വേദന. ഓ, പിന്നെ നടക്കാനും വയ്യ, ഒന്നും വയ്യ. ആ ഡ്രൈവർ ചെറുക്കനാണ് വണ്ടി ഓടിക്കാനൊന്നും വരത്തുമില്ല. എൽസമ്മേ, നീ എന്താ ഇപ്പോൾ സേവ്യാസംഘത്തിലൊന്നും വരാത്തത്? എന്തെല്ലാം പണികളാണ് വീട്ടിലുള്ളത്, അതെല്ലാം ചെയ്തു തീർന്നിട്ട് വേണ്ടേ വരാൻ. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കുറച്ച് തിരക്കിലാണ്. നമ്മുടെ വികാരി ജിജിയച്ച ഭവന സന്ദർശനത്തിന് വരുന്നു. കപ്പയും ബീഫും ഒക്കെ തയ്യാറാക്കണം. നൈനാൻ വർഗീസ് അച്ഛനും ജീവകീസ് അച്ഛനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. അവർ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് എന്താ കുഴപ്പം? അവർ ഈ പള്ളിയിലെ തേക്ക് കിട്ടിയല്ലേ. അമ്മച്ചി,
അമ്മച്ചി ഇതാരാ? അതോ, ഇത് എൻ്റെ ജോസ്മോൻ്റെ വൈഫാ, ജെസ്സിമോള്. അവളങ്ങ് UK-യിലെ നേഴ്സാ. ഭയങ്കര ശമ്പളം അവൾക്ക് കോണ്ടായിട്ടാണ് കിട്ടുന്നത്. അതോ, അത് വീട്ടിൽ പെണ്ണൊന്നും ഇല്ലാത്ത കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയേക്കുവാ. സന്യാസികൾ പോലും ചുമ്മാതെ പിരിവിനിറങ്ങിയേക്കുവാ അതിൻ്റെ പേരിൽ. അമ്മച്ചി, ഈ വർഷത്തെ ഡെപ്യൂട്ടി സൗജന്യദാനം ഈ പിരിവുകളൊക്കെ കൊടുത്തോ? ഓ, കൊടുത്തതുമില്ല. അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി. പിന്നെ ഈ സമയത്തിനായിട്ട് സ്തോത്രം. പ്രിയ അമ്മച്ചിയെ നിന്റെ കരങ്ങളിൽ തരുന്നു. ശാരീരികമായും മാനസികമായി അവിടുന്ന് തന്നെ ബലപ്പെടുത്തണമേ. നിന്റെ സമാധാനം നിന്റെ മകളെ നിറയ്ക്കണമേ. ഈ ഭവനത്തിലെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കണമേ, ദൈവങ്ങളോട് നിറയ്ക്കണമേ. ആമേൻ. ഹലോ, ഇത് ചിന്നുകുട്ടിയുടെ വീടല്ലേ? അതെ, ആരായി സംസാരിക്കുന്നത്? ഞാൻ ഹോട്ടൽ ഓറിയോണിൻ്റെ മാനേജറാണ്. ഇതെവിടെയാ സ്ഥലം? നിങ്ങളുടെ മകൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ മോക്ക് എന്ത് പറ്റി? അത് പേടിക്കാനൊന്നുമില്ല. കൂട്ടുകാർ പറ്റിച്ച ഒരു പണിയാണ്. കുട്ടി ഹോട്ടലിൽ വെച്ച് മയങ്ങി വീണു. ഓഹോ, എപ്പോ? കുറച്ചു മുമ്പ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോൾ നോർമലായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാനിപ്പോ വരാം. വേണ്ട, വരണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഹോട്ടലിൽ ഒരു ലേഡി സ്റ്റാഫിനെ കുട്ടി മോളെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ശരി ശരി. കുട്ടിയെ വഴക്കൊന്നും പറയണ്ട കേട്ടോ. ആകെ പേടിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. താങ്ക് യു. എന്തുവാ? ആരാ വിളിച്ചത്? ജെസ്സിമോളെ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ ഇപ്പൊ വരാം. ജെസ്സി മോളെ, നീ ഒന്ന് പറഞ്ഞിട്ട് പോ. എന്തുവാ എൻ്റെ അവൾക്ക് പറ്റിയതെന്ന്? എലിസബത്തെ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ആരുടെ ഫോണാണ് വന്നത്? എനിക്ക് ഒന്നും അറിയത്തില്ല അമ്മച്ചി. എന്താ പറ്റി എൻ്റെ കുഞ്ഞിന്? ചിന്നു, നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞേ? എനിക്കൊന്നും അറിയത്തില്ല മമ്മ. മോളോട് തന്നെ ചോദിക്കേ. മോളെ, നിനക്ക് എന്താ പറ്റിയത്? ചിന്നു മോളെ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിൽ നിന്ന് പറഞ്ഞു പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവർ എന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. കുടിക്കാൻ നിന്ന് ജ്യൂസിൽ ഡ്രഗ്സ് ആഡ് ചെയ്തിരുന്നു. അത് കുടിച്ച് ഞാൻ ബോധം കെട്ടു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. ആ റെസ്റ്റോറൻറ്റിലെ ഒരു ആൻറ്റിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. എന്റെ ചിന്നു മോളെ, ഞാൻ എന്താണ് കേൾക്കുന്നത്? എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? അമ്മച്ചി, വലിയ മമ്മി, ഇപ്പം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കില്ല. ഇനി മുതൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് കൊള്ളാം. ചീത്ത കൂട്ടുകെട്ടുകളെല്ലാം അവസാനിപ്പിച്ച് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളാം. എന്നോട് ക്ഷമിക്കും അമ്മച്ചി. അമ്മ, നമ്മുടെ അസുഖം കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. ഇനി നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ കുഞ്ഞ് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. ശരി മോളെ, എനിക്കും എൻ്റെ തെറ്റ് മനസ്സിലായി. ഇനിയും നമ്മുടെ ഈ ഭവനത്തിലും കുടുംബ പ്രാർത്ഥനയിലും പള്ളിയിലെ ആരാധനയിലും നമ്മൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. ദൈവാനുഗ്രഹമുള്ള ഒരു ഭവനമായി നമ്മൾക്ക് മുന്നോട്ട് പോകാം. അമ്മച്ചി, ദൈവം നമ്മളെ വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. നമ്മൾക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തെ വാഴ്ത്തിപ്പാടാം. പ്രിയരേ, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സ്ത്രീകളുടെ സംഘടന അവിസ്മരണീയമാണ്. അമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ എന്ന നിലയിൽ പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഒരു ക്രിസ്ത്യൻ കുടുംബം ദൈവവചനം അടിസ്ഥാനമാക്കി പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു, ക്ഷമിക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. യൗവനത്തിൽ
എന്ന ദൈവവചനം നമ്മുടെ മക്കളെ ദിവസവും ഓർമ്മിപ്പിക്കണം. ജീവിതം ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ലഹരിയുടെ വഴികൾ ഒഴിവാക്കി അവരുടെ പദ്ധതികൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയും. ജീവിതം വിലപ്പെട്ടതാണ്. ലഹരിയല്ല, ദൈവസ്നേഹവും കൂട്ടായ്മയും തിരഞ്ഞെടുക്കുക. നമുക്ക് ഒരുമിച്ച് ലഹരിമുക്തമായ നല്ല നാളേക്കായി പോരാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലഹരിക്കെതിരായ പോരാട്ടം എന്ന സീറ്റിന്റെ ദേശീയ വീഡിയോയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടട്ടെ. സീറ്റിന്റെ രചന സംവിധാനം പുത്രി മാത്യു, പങ്കെടുത്തവർ അമ്മച്ചി പുത്രി മാത്യു, എലിസബത്ത്, ബീന ഗോവിന്ദ, ചിന്നുമോൾ, റീന റോജി, ജെസിമോൾ, ഷീല തമ്പി, സേവ്യാസങ്ങൾ, സായി ഓഫീസ്, ലളിത മേനൻ, ഗ്രേസി ജോൺ, ബിന്ദു ഷിബു, ഹോട്ടൽ മാനേജർ മിസ്റ്റർ ഷാജി മാത്യു, recording and editing J. John, Sarah G. Worgis,